രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള എൻ്റെ തീറ്റയും കുടിയും എല്ലാം നാട്ടുകാരെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോയിൽ. ഇന്നത്തെ മൊത്തം അല്ല, ഉച്ചവരെ ഉള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ രാവിലെ തന്നെ ദോശ ചുടാനായിട്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ദോശയ്ക്ക് എന്തിനാണ് കറിയെന്ന് ചോദിച്ചാൽ, ഇന്നലെ കോവിലിൽ നിന്ന് അമ്മ കുറച്ച് ചോറും കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, അതിൻ്റെ സാമ്പാർ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് രാവിലെ ദോശയ്ക്ക് കറി. എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ ദോശ താണ്ട് ഇതുപോലെ കല്ലി ചുടണേന്ന് ഇഷ്ടം കേട്ടോ. പാനി ചുടണേന്നും അമ്മയ്ക്ക് ഇഷ്ടമില്ല. പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ചുടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതുപോലെ കല്ലി ദോശ ചുട്ട് തിന്നുമ്പോഴുള്ള രുചി ഒരു നോൺ സ്റ്റിക്ക് പാനിലും കിട്ടൂല. അതും വേറൊരു കാര്യമാണ്. അങ്ങനെ ചുടു ദോശ ചുട്ടുകൊണ്ടിരുന്നപ്പോഴാണ് മോളോട്ട് എണീറ്റ് വന്ന് പറഞ്ഞത് അവൾക്ക് ദോശ വേണ്ട, കുഴക്കട്ട മതിയെന്ന്. പിന്നെ എന്തിനു ചെയ്യാൻ, കുഴക്കട്ട ഉണ്ടാക്കി. കൊഴുക്കട്ടയ്ക്കുള്ള ശർക്കരയാണ് ഞാൻ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറുമ്പിനെ പേടിച്ചാണ് ശർക്കര എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചത്. ഇപ്പം ശർക്കര മൊത്തത്തിൽ നല്ല തണാന്നിരിപ്പുണ്ട്. അതിനെ ഇങ്ങനെ ചെത്തിയെടുത്ത് ഇതാ ഒരടുപ്പിൽ വെള്ളം ചൂടാക്കാനും വെച്ച് ഇതാ ഒരടുപ്പിൽ ദോശയും. ഇതാ വെള്ളം തിളച്ച് വന്നു. പിന്നെ നമുക്കിതാ കുഴക്കട്ട ഉണ്ടാകാനുള്ള അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. പിന്നെ ഇതിൽ ഉപ്പിടും കേട്ടോ. ഞാൻ ഉപ്പിടണം അത്രയും ഭാഗം കിട്ടിയില്ല. ക്യാമറ ഓഫായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെയാണ് നോക്കിയപ്പോൾ ക്യാമറ ഓഫായത്. ഞാൻ ഈ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് പകുതി ആയപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചൂടാറാനായിട്ട് വെക്കാമേ. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ശർക്കര പാനി അയച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര പാനി റെഡിയാക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവില്ലേ, അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ മോളോട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് അല്ലേ, അവൾ കഴിക്കും. പിന്നെ ഞാൻ അതിനെ ഒരു തിരിയുടെ ഷേപ്പിലും കൂടെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാവ് ഒന്ന് കലക്കി ഈ കുഴക്കട്ട വെന്ത് വരുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാം തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളവും ചേർത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരട്ടെ. ഒന്നാം തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ ഉരുട്ടി വെച്ച ഉരുളകളൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉരുളകൾ ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് അത് വേവണം. എല്ലാ ഉരുളകളും ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ്. പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഉരുളകളൊക്കെ ഉറച്ചിട്ടുണ്ടാവും. ഒരു തവി വെച്ച് തൊട്ട് നോക്കാം ഉറച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഉറച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാവില്ലേ, അതൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ച് എടുക്കണം. ഈ കുഴക്കട്ടയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. കൊഴുക്കട്ടയൊക്കെ തിളച്ച് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നു. പിന്നെ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതാ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ തിളപ്പിക്കേണ്ട കാര്യമില്ല, ഇളക്കി എടുക്കാം. കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മോളാണെങ്കിൽ പല്ലൊക്കെ തേച്ച് ഇതാ കുഴക്കട്ട കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് തുണി നനയ്ക്കാനും പല്ല് തേക്കാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ ഞാൻ.
ഉച്ചയായപ്പോഴത്തേക്കും അമ്മ അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അമ്മ കഴിച്ചിട്ട് നമുക്കും കൂടെ ചോറ് വാങ്ങിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ചോറൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. അമ്മ പോയതിനു ശേഷമാണ് എൻ്റെ രാവിലത്തെ കാപ്പി കൂടി കേട്ടോ. ഇതാ 2 ദോശയും പിന്നെ ഇന്നലത്തെ അവിയൽ സാമ്പാറും കുറച്ച് മിച്ചം ഉണ്ടായിരുന്നേ. അതെല്ലാവരും കഴിച്ചതിന് ശേഷം മിച്ചം വന്നത് ഞാനും അങ്ങ് ദോശയിലൂടെ കഴിച്ച്. പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാപ്പി കുടിച്ചിട്ടൊക്കെ ഇതാ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. മോളൂട്ടി വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ അമ്മൂമ്മ വന്ന് ഇന്ന് അമ്മ ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന അമ്പലത്തിൽ ഇന്നത്തോടെ ഉത്സവം തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ചോറൊക്കെ കൂടുതൽ കിട്ടി. ചോറ്, സാമ്പാർ, അച്ചാർ, അതുപോലെ തന്നെ പായസം, അവിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നേ. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കണേ. വരണ വഴിക്ക് അമ്മയ്ക്ക് 2 പുളിയും കൂടെ വീണ് കിട്ടിയേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.